ഐ എം സന്ദീപ് ഞാൻ ഫിനാൻസ് എന്നാണ്. ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടോ? ഇല്ല, അപ്പോൾ ഓരോ കുറ്റം പറയാം. സോ അറ്റ്ലീസ്റ്റ് ദേ തിങ്ക് ദേ ആർ സ്മാർട്ട്. സോ വൺ ഇൻസ്റ്റൻസസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ ഒരു സിയോട് ചോദിച്ചു, നമ്മൾ കേക്ക് മുറിക്കുന്ന സമയത്ത് ഷാർപ്പായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇതിങ്ങനെ കാണിച്ചു. അപ്പോൾ അങ്ങനെ സ്മാർട്ടാൻ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ബട്ട് അവിടെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് ക്ലറിക്കൽ വർക്ക് ഇൻവോൾവ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഓഡിറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അവിടേക്ക് ഓട്ടോമേഷൻ വേണ്ട രീതിയിൽ ചെന്നെത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും പേപ്പറും പേന പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ബോറിംഗ് എക്സസ് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. സോ ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ML ഉപയോഗിച്ച് ഓഡിറ്റേഴ്സിന്റെ വർക്കിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ട്രാൻസാക്ഷൻസിലൂടെ കടന്നു പോകുന്നതിന് പകരം എക്സെപ്ഷൻസ് മാത്രം നോക്കി പോകുക എന്നുള്ള രീതിയിലേക്ക്. നമ്മുടെ നാട്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫിനാൻഷ്യൽസ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ്സ് അവരോട് പറയുന്നത് റീസണബിൾ ആക്യുറസി ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിവർ ബിറ്റ്വീൻ 25 to 30K ട്രാൻസാക്ഷൻസ് ഇയർ ഇവർ നോക്കി വരേണ്ടി വരും. ഇത്രയും ട്രാൻസാക്ഷൻസ് മാനുവലി നോക്കൽ പോസിബിൾ അല്ല. അപ്പോൾ അതിൽ NLP യൂസ് ചെയ്ത് ഒരു എക്സെപ്ഷൻ റിപ്പോർട്ടിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.